Good afternoon. അന്നപഥത്തിലൂടെ അഥവാ ത്രൂ ദ എലമെന്ററി കനാൽ എന്ന അധ്യായത്തിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്നത്തേത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. ആ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. ജീവികളുടെ ആഹാരത്തെക്കുറിച്ചും ആഹാരം കഴിക്കുന്ന രീതിയെക്കുറിച്ചും ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. എല്ലാ ജീവികൾക്കും ജീവൻ നിലനിർത്താൻ ആഹാരം ആവശ്യമാണ്. ഓരോ ജീവികളുടെയും ആഹാരവും അവ ആഹാരം കഴിക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെ പോഷണം അഥവാ ന്യൂട്രീഷൻ എന്നാണ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഇൻടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫുഡ് ഈസ് കോൾഡ് ന്യൂട്രീഷൻ. ജീവികളെ പോലെ തന്നെ സസ്യങ്ങൾക്കും ജീവൻ നിലനിർത്താൻ ആഹാരം ആവശ്യമാണ്. സസ്യങ്ങൾ അവയ്ക്ക് ആവശ്യമായ ആഹാരം സ്വയം നിർമ്മിക്കുന്നു. ഈ ആഹാര നിർമ്മാണ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹരിത സസ്യങ്ങൾ ജലം, ലവണങ്ങൾ, കാർബൺ ഡയോക്സൈഡ് എന്നിവ ഉപയോഗിച്ച് ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ ഹരിതകം എന്ന ഘടകം ആവശ്യമാണ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് magnesium. Photosynthesis is the process by which plants prepare their food in leaves using water, minerals and carbon dioxide in the presence of sunlight. Chlorophyll is essential for photosynthesis. അപ്പോൾ സസ്യങ്ങൾ അവയ്ക്ക് ആവശ്യമായ ആഹാരം സ്വയം നിർമ്മിക്കുന്നതിനാൽ അവയെ സ്വപോഷികൾ അഥവാ ഓട്ടോട്രോപ്സ് എന്നാണ് പറയുന്നത്. എന്നാൽ ആഹാരത്തിന് വേണ്ടി മറ്റു ജീവികളെ ആശ്രയിക്കുന്നവരാണ് പരപോഷികൾ അഥവാ ഹെറ്ററോട്രോപ്സ്. സസ്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ജീവികളും പരപോഷികളാണ്. അതിനുശേഷം നമ്മൾ പരാത സസ്യങ്ങളെ പരിചയപ്പെട്ടു. ആഹാരത്തിനോ ജലത്തിനും ലവണത്തിനും വേണ്ടിയോ വസിക്കുന്ന സസ്യങ്ങളെ ആശ്രയിക്കുന്നവരാണ് പരാത സസ്യങ്ങൾ. ആഹാരത്തിനായി വസിക്കുന്ന സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ അഥവാ ടോട്ടൽ പാരസൈറ്റ് എന്നാണ് പറയുന്നത്. മൂടില്ലാത്താളി, റഫ്ലേഷ്യ മുതലായവ പൂർണ്ണപരാതങ്ങൾ അഥവാ ടോട്ടൽ പാരസൈറ്റ്സിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ വസിക്കുന്ന സസ്യത്തിൽ നിന്ന് ജലവും ലവണവും ആഗിരണം ചെയ്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്നവരാണ് അർദ്ധപരാതങ്ങൾ അഥവാ പാർഷ്യൽ പാരസൈറ്റ്സ്. ഇത്തിൾ കണ്ണി, ചന്ദനം മുതലായവയെല്ലാം അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും അവ വസിക്കുന്ന സസ്യങ്ങൾക്ക് ദോഷമായതിനാൽ അവയുടെ വളർച്ച തടയേണ്ടത് ആവശ്യമാണ്. അടുത്തതായി നമ്മൾ പരിചയപ്പെട്ട മറ്റൊരു വിഭാഗമായിരുന്നു ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്നവയാണ് ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്. മൊണോട്രോപ്പ, നിയോട്ടിയ മുതലായവയെല്ലാം ശവോപജീവികൾക്ക് ഉദാഹരണങ്ങളാണ്. സസ്യങ്ങളെപ്പോലെ തന്നെ ജീവികളിലും പരാതങ്ങൾ ഉണ്ട്. ജീവികളുടെ ശരീരത്തിനകത്തും പുറത്തും വസിക്കുന്നതിനനുസരിച്ച് പരാതങ്ങളെ രണ്ടായി തരംതിരിക്കാം. ബാഹ്യപരാതങ്ങൾ അഥവാ എക്സ്റ്റേണൽ പാരസൈറ്റുകൾ എന്നും ആന്തരപരാതങ്ങൾ അഥവാ ഇന്റേണൽ പാരസൈറ്റുകൾ എന്നും. ഇതിൽ വിര അഥവാ വേംസ് ഒരു ആന്തരപരാതമാണ്. പേൻ,
ചെള്ള് മുതലായവ ബാഹ്യപരാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ജീവികളിലെ പരാദങ്ങളും അവ വസിക്കുന്ന ജീവികളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. അതിനാൽ നമ്മൾ നല്ല ആഹാര ശുചിത്വ ശീലങ്ങളെല്ലാം പാലിക്കേണ്ടതാണ്. ഇനി സസ്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കൂട്ടരും കൂടി ഉണ്ട്. പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ടെങ്കിലും പ്രാണികളെ പിടിച്ചു തിന്നുന്ന മാംസഭോജികളായ ചില സസ്യങ്ങളുണ്ട്. അവയ്ക്ക് പറയുന്ന പേരാണ് ഇരപീഡിയൻ സസ്യങ്ങൾ അഥവാ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. സൺഡ്യൂ പ്ലാൻ, വീനസ് ഫ്ലൈ ട്രാപ്പ്, നെപ്പന്തസ് മുതലായവയെല്ലാം ഇരപീഡിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ടെങ്കിലും ഇവ പ്രാണികളെ പിടിച്ചു തിന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതെ, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ മൂലകമാണ് നൈട്രജൻ. എന്നാൽ അസിഡിറ്റി കാരണം ഇത്തരം സസ്യങ്ങൾ വളരുന്ന മണ്ണിലെ നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയകളായ നൈട്രോബാക്ടർ, അസറ്റോബാക്ടർ എന്നിവയെല്ലാം നശിച്ചു പോവുകയും നൈട്രജന്റെ അഭാവം സസ്യങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഈ അഭാവം നികത്താൻ വേണ്ടിയാണ് സസ്യങ്ങൾ പ്രാണികളെ പിടിച്ചു തിന്നുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇത്രയും വരെ നമ്മൾ ചർച്ച ചെയ്ത് ജീവികളെക്കുറിച്ചും അവയുടെ ആഹാരത്തെക്കുറിച്ചും ആഹാര രീതിയെക്കുറിച്ചും ആയിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും ആഹാരം കഴിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാ നിങ്ങൾ ആഹാരം കഴിക്കുന്നത്? അതെ, പാത്രത്തിൽ നമ്മൾ ആഹാരം എടുക്കും. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക? നേരെ ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകുമോ? ഇല്ല. അതിനു മുമ്പ് കൈകൊണ്ട് നമ്മൾ ആ ആഹാര പദാർത്ഥത്തെ ചെറുതായി മുറിച്ച് കഷ്ണങ്ങളാക്കി മാറ്റുന്നു. അതിനുശേഷം നമ്മൾ ആഹാരം വായിലേക്ക് കൊണ്ടുപോകുന്നു. വായിൽ ആരൊക്കെ ഉണ്ട്? പല്ല്, ചുണ്ട്, നാവ്. ഇവ ഓരോന്നിൻ്റെയും ധർമ്മം എന്തൊക്കെയാണ്? നാവ് എന്തിനു വേണ്ടിയിട്ടാണ് നാം ഉപയോഗിക്കുന്നത്? അതെ, രുചി അറിയാൻ. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാവാണ് നമ്മളെ രുചി അറിയാൻ സഹായിക്കുന്നത്. നാവിൻ്റെ തുമ്പത്ത് നമുക്ക് മധുരം എന്ന രുചിയും രണ്ട് വശങ്ങളിലായിട്ട് എരിവ്, പുളി എന്ന രുചിയും ഉൾഭാഗത്തായിട്ട് കയ്പ് രുചിയുമാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ നാവ് രുചി അറിയാൻ മാത്രമാണോ നമ്മളെ സഹായിക്കുന്നത്? അല്ല. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ പല്ലുകൾക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ധർമ്മം കൂടി നാവിന് ഉണ്ട്. ഇനി അടുത്ത ഭാഗമാണ് ചുണ്ട്. ചുണ്ടുകൾ എന്തിനുപയോഗിക്കുന്നു? അതെ, നമ്മളെല്ലാവരും പറയും ചിരിച്ചു കാണിക്കാൻ. ചിരിച്ചു കാണിക്കൽ മാത്രമാണോ നമ്മുടെ ചുണ്ടിൻ്റെ ധർമ്മം? അല്ല. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ പുറത്തു പോവാതെ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ ചുണ്ടുകളാണ്. അടുത്ത ഭാഗമാണ് പല്ല്. എല്ലാവരും നിങ്ങളുടെ വായിലുള്ള പല്ലുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ആഹാര പദാർത്ഥങ്ങളെ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും ഒക്കെയാണ് നമ്മുടെ പല്ലുകൾ സഹായിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം നമ്മുടെ പല്ലാണ്. ഈ പല്ലിൻ്റെ പുറത്ത് വെളുത്ത ഒരു ആവരണമുണ്ട്. അതിന് പറയുന്ന പേരാണ് ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം പല്ലിൻ്റെ ഇനാമലാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ പല്ല് പറിച്ച് മണ്ണിലിട്ടാൽ വളരെ കാലം പല്ല് ജീർണിക്കാതെ അതുപോലെ തന്നെ മണ്ണിൽ കിടക്കുന്നത്. എന്നാൽ നമ്മുടെ വായിലിരിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് കേടുവരുന്നതും പല്ല് തന്നെയാണ്. എന്തായിരിക്കാം അതിന് കാരണം? അതെ, നാം കഴിക്കുന്ന ആഹാരാവശിഷ്ടങ്ങൾ നമ്മുടെ പല്ലിനിടയിൽ പറ്റിക്കിടക്കുന്നു. നിങ്ങൾ 3-ാമത്തെ അധ്യായത്തിൽ ആസിഡുകളും ആൽക്കൈകളും എന്ന അധ്യായത്തിൽ മാർബിളും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം പഠിച്ചിരുന്നല്ലോ. ഈ മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇടുമ്പോൾ
രാസപ്രവർത്തനം നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പല്ലിൻ്റെ ഇനാമലും ഒരു കാൽസ്യം സംയുക്തമാണ്. നാം കഴിക്കുന്ന ആഹാരം പല്ലുകൾക്കിടയിൽ പറ്റിക്കിടക്കുമ്പോൾ ബാക്ടീരിയകൾ അതിൽ നിന്ന് പോഷണം നടത്തുന്നു. ബാക്ടീരിയകളുടെ പോഷണ പ്രവർത്തനത്തിൻ്റെ ഫലമായി ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇത് പല്ലുമായി പ്രവർത്തിച്ച് പല്ല് ദ്രവിച്ചു പോവാൻ ഇടയാക്കുകയും ചെയ്യുന്നു. മധുരപദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ബാക്ടീരിയകളുടെ പ്രവർത്തനം ദ്രുതഗതിയിലാവുകയും പല്ല് പെട്ടെന്ന് കേടുവരാനും ഇടയാവുന്നു. അപ്പോൾ പല്ല് കേടുവരുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. എപ്പോഴാണ് കുട്ടികൾക്ക് പല്ല് മുളച്ചു തുടങ്ങുന്നത്? അതെ, ഏകദേശം 6 മാസം പ്രായമാവുന്നത് മുതലാണ് കുട്ടികൾക്ക് പല്ല് മുളച്ചു വരുന്നത്. ഇങ്ങനെ ആദ്യമായി ഉണ്ടാവുന്ന പല്ലുകളെ പാൽപ്പല്ലുകൾ അഥവാ മിൽക്ക് ടീത്ത് എന്നാണ് പറയുന്നത്. ഏകദേശം 5-6 വയസ്സാവുമ്പോഴേക്കും ഈ പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോവാൻ തുടങ്ങുന്നു. അതിനുശേഷം വരുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ അഥവാ പെർമനന്റ് ടീത്ത്. ഈ പല്ലുകൾ പൊഴിഞ്ഞു പോയാൽ പിന്നെ ആ ഭാഗത്ത് പുതിയ പല്ലുകൾ വരികയില്ല. ഇനി എല്ലാവരും നിങ്ങളുടെ പല്ലുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എല്ലാ പല്ലുകൾക്കും ഒരേ ആകൃതിയാണോ? അല്ല, പല പല്ലുകളും പല ആകൃതിയിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ മുൻവശത്ത് മുകളിലും താഴെയുമായി കാണുന്ന 8 പല്ലുകൾ, മുകളിലെ 4 പല്ലുകളും താഴെയുള്ള 4 പല്ലുകളും, അവയുടെ ആകൃതി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവയുടെ അറ്റം നല്ല പരന്നിരിക്കുന്നു. ആശാരിമാരുടെ കയ്യിലുള്ള ഉളി എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ആ ഉളിയുടെ ആകൃതിയിലാണ് ഈ 8 പല്ലുകൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇത്തരം പല്ലുകളെ ഉളിപ്പല്ലുകൾ അഥവാ ഇൻസൈസർ എന്നാണ് പറയുന്നത്. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാനാണ് ഉളിപ്പല്ലുകൾ ഉപയോഗിക്കുന്നത്. ഉളിപ്പല്ലുകളെ തുടർന്ന് മുകളിൽ 2ഉം താഴെ 2ഉം കാണുന്ന 4 പല്ലുകൾ, അവയുടെ ആകൃതി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതെ, അവയ്ക്ക് കൂർത്ത ആകൃതിയാണ് ഉള്ളത്. ഇങ്ങനെ കൂർത്തിരിക്കുന്നത് കൊണ്ട് ഈ പല്ലുകളെ കോമ്പല്ലുകൾ എന്നാണ് പറയുന്നത്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനാണ് ഈ പല്ലുകൾ സഹായിക്കുന്നത്. കോമ്പല്ലുകളെ തുടർന്ന് മുകളിലും താഴെയുമായി 8 പല്ലുകൾ നമുക്ക് കാണാം. നന്നായി പരന്നിരിക്കുന്ന ഇത്തരം പല്ലുകളെ അഗ്രചർവണകം അഥവാ പ്രീമോളാർ എന്നാണ് പറയുന്നത്. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാനാണ് ഈ പല്ലുകൾ ഉപയോഗിക്കുന്നത്. അഗ്രചർവണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയും വരുന്ന 12 പല്ലുകൾ ആഹാരം ചവച്ചരയ്ക്കാൻ തന്നെ നമ്മെ സഹായിക്കുന്നു. ഈ പല്ലുകളെ ചർവണകം എന്ന് പറയുന്നു. അഗ്രചർവണകങ്ങളെയും ചർവണകങ്ങളെയും ചേർത്ത് നാം അണപ്പല്ലുകൾ എന്നാണ് പറയുന്നത്. പ്രായപൂർത്തിയായ ഒരാളിൽ 32 പല്ലുകളാണ് കാണപ്പെടുന്നത്. അപ്പോൾ പല്ലുകളെ കുറിച്ച് ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നിങ്ങൾ മറ്റു ജീവികളുടെ പല്ലുകൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ജീവികളുടെ പല്ലുകളും അവ ആഹാരം കഴിക്കുന്ന രീതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ പശുവിൻ്റെ പല്ല് കണ്ടിട്ടില്ലേ? നന്നായി പരന്ന പല്ലുകളാണ് പശുക്കൾക്കും ആടുകൾക്കും പോത്തുകൾക്കും ഒക്കെ ഉള്ളത്. ഇത്തരം പല്ലുകൾ ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത്. പശു, ആട് മുതലായ ജീവികളെല്ലാം സസ്യാഹാരികളായതിനാൽ അവ ആഹാരം നന്നായി ചവച്ചരച്ചാണ് കഴിക്കുന്നത്. എന്നാൽ സിംഹം, പുലി, കടുവ മുതലായ ജീവികളുടെ പല്ലുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവയ്ക്ക് കൂർത്ത പല്ലുകളാണുള്ളത് അഥവാ കോമ്പല്ലുകളാണ് മാംസാഹാരികളായ ജീവികൾക്ക് കാണപ്പെടുന്നത്. ആഹാര വസ്തുക്കളെ കടിച്ചു കീറാനാണ് ഇത്തരം പല്ലുകൾ സഹായിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ജീവികളുടെ പല്ലിൻ്റെ ആകൃതിയും അവ കഴിക്കുന്ന ആഹാരവും തമ്മിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പല്ലിനെ കുറിച്ചാണ് കാര്യമായി ചർച്ച ചെയ്തത്. എല്ലാ കാര്യങ്ങളും
കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഓർത്തു നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് പല്ല്. പല്ലിന്റെ പുറത്ത് കാണുന്ന പാളിയെ ഇനാമൽ എന്ന് പറയുന്നു. ഇത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ്. എന്നാൽ വായിലിരിക്കുമ്പോൾ പെട്ടെന്ന് കേടുവരുന്ന വസ്തുവും നമ്മുടെ പല്ല് തന്നെയാണ്. നാം കഴിക്കുന്ന ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ച് കിടക്കുകയും ബാക്ടീരിയകൾ അതിൽ നിന്ന് പോഷണം നടത്തുകയും ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. പല്ലിന്റെ ഇനാമൽ ഒരു കാൽസ്യം സംയുക്തമായതിനാൽ അത് ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി പല്ല് കേടുവരുന്നു. അതുകൊണ്ട് പല്ലിന്റെ ആരോഗ്യത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ദിവസവും 2 നേരമെങ്കിലും നാം പല്ലുകൾ നന്നായി വൃത്തിയാക്കേണ്ടതാണ്. ഏകദേശം 6 മാസം പ്രായമാവുമ്പോഴാണ് കുട്ടികൾക്ക് പല്ല് മുളച്ചു തുടങ്ങുന്നത്. ആദ്യമായി ഉണ്ടാവുന്ന പല്ലുകളെ പാൽപ്പല്ലുകൾ എന്നാണ് പറയുന്നത്. മുകളിലും താഴെയുമായി 20 പല്ലുകളാണ് പാൽപ്പല്ലുകൾ. ഇവ പൊഴിഞ്ഞു പോയ ശേഷം ഉണ്ടാകുന്ന പല്ലുകൾക്ക് പറയുന്ന പേരാണ് സ്ഥിരദന്തങ്ങൾ അഥവാ പെർമനന്റ് ടീത്ത്. ഇവ പൊഴിഞ്ഞു പോയാൽ വീണ്ടും പല്ലുകൾ മുളയ്ക്കുന്നില്ല. നമ്മുടെ വായിലുള്ള പല്ലുകളുടെ ആകൃതി വ്യത്യസ്തമാണ്. മുൻവശത്ത് മുകളിലും താഴെയുമായി കാണപ്പെടുന്ന 8 പല്ലുകൾക്ക് ഉളിയുടെ ആകൃതിയാണ്. ഇവയെ ഉളിപ്പല്ലുകൾ അഥവാ ഇൻസൈസർ എന്ന് പറയുന്നു. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാനാണ് ഈ പല്ലുകൾ സഹായിക്കുന്നത്. ഉളിപ്പല്ലുകളെ തുടർന്ന് മുകളിലും താഴെയുമായി കാണുന്ന 4 പല്ലുകൾ കൂർത്ത ആകൃതിയാണ് ഉള്ളത്. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന ഈ പല്ലുകളെ കോമ്പല്ലുകൾ അഥവാ കനൈൻ എന്നാണ് പറയുന്നത്. കോമ്പല്ലുകളെ തുടർന്ന് മുകളിലും താഴെയും വരുന്ന 8 പല്ലുകളെ അഗ്രചർവണകം അഥവാ പ്രീമോളാർ എന്ന് പറയുന്നു. അഗ്രചർവണകങ്ങളെ തുടർന്ന് വരുന്ന 12 പല്ലുകൾ അവയെ ചർവണകം അഥവാ മോളാർ ടീത്ത് എന്ന് പറയുന്നു. അഗ്രചർവണകങ്ങളും ചർവണകങ്ങളും ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ഈ 2 പല്ലുകൾക്കും കൂടി പൊതുവെ നമ്മൾ അണപ്പല്ലുകൾ അഥവാ മോളാർ ടീത്ത് എന്ന് പറയുന്നു. പ്രായപൂർത്തിയായ ഒരാളിൽ 32 പല്ലുകളാണ് ഉള്ളത്. മനുഷ്യരെ പോലെ തന്നെ മറ്റു ജീവികൾക്കും പല്ലുകൾ ഉണ്ട്. ഇവയുടെ പല്ലുകളുടെ ആകൃതിയും ആഹാരവും തമ്മിൽ ബന്ധമുണ്ട്. സസ്യാഹാരികൾക്ക് ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായിക്കുന്ന പല്ലുകളാണ് ഉള്ളത്. മാംസാഹാരികൾക്ക് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന കോമ്പല്ലുകളാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആഹാരത്തിൻ്റെ യാത്രയുമായി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.